നിയമത്തിന്റെ വഴിക്ക് പോകാൻ തയ്യാറാകാതെ വീണ്ടും വീണ്ടും ഓടിയൊളിക്കാൻ ശ്രമിക്കുന്ന ഒരു യുവ നേതാവിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും മുൻകൂർ ജാമ്യം തേടാനുള്ള ശ്രമങ്ങളിലേക്ക് പോകുന്നത്. അമൽ തെനമ്പറമ്പിൽ കൂടിയുണ്ട്. അമൽ, ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പാർട്ടിയെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കാമോ അത്രത്തോളം പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിവാദം മുഴുവൻ കൊണ്ടെത്തിച്ചു. പക്ഷെ അപ്പോൾ പോലും വി ഡി സതീശനാണ് തുടക്കം മുതൽ കൃത്യമായ നിലപാടെടുത്തത്. എന്നാൽ അദ്ദേഹത്തിനെതിരെ വരെ സൈബർ വിട്ടുകളികൾ ആക്രമണം നടത്തുന്ന സ്ഥിതിയുണ്ടായി. പല നേതാക്കളും പരോക്ഷമായിട്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന സ്ഥിതിയുണ്ടായി. അവർക്കൊക്കെ ഇന്ന് കൃത്യമായ നിലപാട് മാറ്റി പറയേണ്ടി വന്നു. ഒരു തരത്തിലും കോൺഗ്രസുമായി ഒരു ബന്ധവും ഈ നേതാവിനില്ല. മറ്റ് CPM കാണിക്കാത്ത ഒരു നീതി അല്ലെങ്കിൽ ഒരു ധാർമ്മികത തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, തങ്ങൾ അയാളെ പൂർണ്ണമായി ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ പരമാവധി പ്രതിരോധിക്കാനുള്ള ശ്രമം. എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിലപ്പോകും എന്ന് അറിയുകയുമില്ല. എങ്കിലും പരമാവധി പാർട്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പാർട്ടിയിൽ ആ ഒരു അഭിപ്രായ ഐക്യം ഇന്നലെ തന്നെ ഉണ്ടായെന്ന് വി ഡി സതീശൻ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. എല്ലാ പിന്തുണയ്ക്കുന്നവരുടെയും വായടപ്പിച്ചുകൊണ്ട് തന്നെയാണോ ഇങ്ങനൊരു നിലപാടിലേക്ക് പാർട്ടി എത്തിയത്? ഇന്നേക്ക് 5ാം ദിവസം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് നടക്കാനിരിക്കുകയാണ്. കേരളത്തിന്റെ തെക്കൻ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കുന്ന ആ ഒരു സമയത്താണ് ഈ പറയുന്ന ഒരു പ്രശ്നം ഉയർന്നു വരുന്നത്. ഈ പ്രശ്നം ഉയർന്നു വരുമ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, പ്രാദേശിക നേതാക്കളെല്ലാം ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. ഈ വിഷയത്തിൽ തുടക്കം മുതൽ രാഹുലിനെതിരെ ഇത്തരമൊരു വിവാദം ഉയർന്ന ഘട്ടത്തിൽ തന്നെ രാഹുലിനെതിരെ ശക്തമായ നിലപാടെടുത്ത ആളുകളാണ് ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെങ്കിലും. പക്ഷേ രാഹുലിന് വലിയ പിന്തുണ പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. പ്രത്യേകിച്ചും ഈ സൈബർ പോരാളികളുടെ ഒരു വലിയ പിന്തുണ രാഹുലിന് ലഭിച്ചിട്ടുണ്ട്. വാർത്തകളുടെ അടിയിൽ പോലും രാഹുലിനെതിരെയുള്ള വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ ചെയ്യുന്ന വാർത്തകളുടെ അടിയിൽ പോലും വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടക്കുന്നുണ്ടായിരുന്നു. രാഹുലിനെ പിന്തുണച്ചുള്ള പോസ്റ്റുകളും മറ്റുമൊക്കെ നിരവധിയായി ഫേസ്ബുക്കുകളിലും മറ്റുമൊക്കെ വരുന്നുണ്ടായിരുന്നു. സിനിമാ താരങ്ങളുടെ അടക്കം പിന്തുണ ആവശ്യത്തിൽ രാഹുൽ ലഭിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം നിൽക്കുമ്പോഴും രാഹുലിനെതിരെ ശക്തമായ നടപടി വേണം എന്നുള്ള വാദം കോൺഗ്രസിന്റെ നേതാക്കൾ ഉന്നയിച്ചു പോയിരുന്നിരുന്നു. അതിനിടയിലാണ് രണ്ടാമത്തെ പരാതി വരുന്നത്. അത് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കോൺഗ്രസിന് മേൽ വീണ ഇടുത്തിയായിരുന്നു. അപ്പോൾ പിന്നീടും പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ രാഹുലിനെ ന്യായീകരിച്ച് നിൽക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് നടക്കാത്ത കാര്യമായി മാറി. ഇന്നലെ തന്നെ ഈ വിഷയത്തിലൊരു ധാരണയുണ്ടായി. രാഹുൽ പാർട്ടിക്ക് പുറത്തേക്ക് എന്നുള്ള ധാരണയുണ്ടായിരുന്നു. പക്ഷേ അത് പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് പിന്നെയും കാത്തിരുന്നു. കോടതിയുടെ നിലപാട് വരട്ടെ, അതിനുശേഷം കോൺഗ്രസിന്റെ നിലപാട് പ്രഖ്യാപിക്കാം എന്നുള്ള നിലയിലായിരുന്നു കാര്യങ്ങൾ. രാഹുലിനെ ഇന്നിപ്പോൾ കോടതി ജാമ്യാപേക്ഷയിൽ രാഹുലിന് ജാമ്യം നൽകിയാൽ പോലും പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനമാണ് തയ്യാറാക്കി വെച്ചിരുന്നത്. പക്ഷേ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ തീരുമാനം ഈ വാർത്താക്കുറിപ്പ് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് അയച്ചാൽ മാത്രം മതിയായിരുന്നു. കോടതിയുടെ തീരുമാനം വരുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെ രാഹുലിനെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം KPCC അറിയിക്കുകയാണ്. ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടമല്ല എങ്കിൽ ഒരുപക്ഷെ രാഹുലിനെ പുറത്താക്കാനുള്ള തീരുമാനം പാർട്ടി എടുക്കില്ലായിരുന്നു. നേരത്തെയൊക്കെ നേതാക്കൾ പറഞ്ഞിരുന്നതുപോലെ CPMന്റെ ഭാഗമായിരിക്കുന്ന MLA അടക്കമുള്ള ആളുകൾ ഇത്തരം ആരോപണം നേരിടുന്നുണ്ടല്ലോ എന്നുള്ള മറുവാദമൊക്കെ ഉന്നയിച്ച് ഒരുപക്ഷെ പിടിച്ചു നിന്നേനെ. പക്ഷേ ഇപ്പോൾ അങ്ങനെ കഴിയാത്ത സാഹചര്യമുണ്ട്. നാട്ടുകാരുടെ ചോദ്യത്തിന് മറുപടി പറയണം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു MLA നിങ്ങൾ ഇപ്പോഴും പ്രത്യേകിച്ചും പാലക്കാട്ടെ പ്രാദേശികമായി കോൺഗ്രസ് നേതാക്കളൊക്കെ വലിയ അളവിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ്. രാഹുലിനെ പ്രചാരണത്തിന് കിട്ടാൻ വേണ്ടി സ്ഥാനാർത്ഥികൾ, അവിടുത്തെ വാർഡ് തലത്തിലൊക്കെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വലിയ ആവേശം കാണിച്ചിരുന്നു. അവരൊക്കെ ഇത് വളരെ സങ്കീർണമായി ഈ വിഷയം മുന്നോട്ട് പോകുമ്പോൾ പോലും രാഹുലിനെ തള്ളാൻ അവർ തയ്യാറായില്ല. പാർട്ടി പുറമേന്ന് നേതാക്കൾ പറയും ഞങ്ങൾ ഔദ്യോഗികമായ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ രാഹുൽ വളരെ സജീവമായിരുന്നു. അപ്പോൾ പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ഇനിയും സത്യത്തിൽ മറുപടി പറയണം. എല്ലാ പാർട്ടി തീരുമാനിക്കുന്നതെന്നപോലെ അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും കഴിയില്ല. അവർ ചെയ്തൊരു വലിയ അനീതിയുണ്ട്. രാഹുൽ പറയുന്നതെല്ലാം വിശ്വസിച്ച്, രാഹുൽ പറയുന്നതെല്ലാം കേട്ട് രാഹുലിനൊപ്പം നിന്ന ഒരുപാട് നേതാക്കളുണ്ട്. അത് ഈ പറയുന്ന പാലക്കാട് DCC അധ്യക്ഷൻ മുതൽ പാലക്കാടത്തെ MP അടക്കമുള്ള ആളുകൾ തൊട്ട് ഒരുപാട് ആളുകൾ ഉണ്ട്. അത് പാലക്കാട് മാത്രമായി ഒതുക്കി നിർത്തേണ്ടതില്ല. പാലക്കാടിന് പുറത്തേക്കും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളിലടക്കമുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞു പോന്നിരുന്നു. ഏറ്റവും ഒടുവിൽ രാഹുലിനെ പ്രതിരോധിക്കാൻ രംഗത്തെത്തിയത് നമ്മൾ പാലക്കാട് എന്ന് പറഞ്ഞ് ഒതുക്കി നിർത്തരുത് എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം UDF കൺവീനറായ അടൂർ പ്രകാശും അതോടൊപ്പം തന്നെ മുൻ KPCC അധ്യക്ഷനായ MM ഹുസൈൻ അടക്കമുള്ള ആളുകളും ഈ രണ്ടാമത് വന്ന പരാതിയുടെ കാര്യത്തിൽ അവർ പറഞ്ഞു വെച്ചത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരാതി, ഇത്രയും കാലം ഇല്ലാതിരുന്നൊരു പരാതി എങ്ങനെ വന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെച്ചത്. അത് കൃത്യമായി തന്നെയുള്ള ഗൂഢാലോചനയാണ് എന്നുള്ള നിലപാടും അവർ പറയുന്നു. രാഹുലിനെതിരെ ഈ കേസെടുക്കുന്ന ഘട്ടത്തിലാണ് അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ആ പ്രതികരണം വരുന്നത് ഇത്രയും കാലം പരാതി ഇല്ലാതിരുന്ന ഒരാൾ ഇപ്പോൾ എങ്ങനെ പരാതി കൊടുക്കുന്നു, അത് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, രാഷ്ട്രീയമാണ് എന്നുള്ള കാര്യമാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കളടക്കം പറഞ്ഞു പോന്നിരുന്നത്. രാഷ്ട്രീയകാര്യ സമിതിയിലടക്കം രാഹുലിന് കൃത്യമായി തന്നെയുള്ള പിന്തുണയുണ്ടായിരുന്നു.
ഇപ്പോൾ രാഹുലിനെ പുറത്താക്കിയാൽ അതൊരു കീഴ്വഴക്കമായി മാറും. ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും രാഷ്ട്രീയമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പുറത്താകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതിനാൽ രാഹുലിനെ പുറത്താക്കേണ്ട നിലപാടെടുത്ത ആളുകളുണ്ടായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യം അങ്ങനെയല്ല, അത്യന്തം ഗൗരവമാണ് എന്ന് പാർട്ടി നേതൃത്വത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തിയ നേതാക്കളാണ്. നേരത്തെ പേര് പറഞ്ഞു പോന്നിരുന്ന പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും അടക്കമുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ അവർ കൃത്യമായി തന്നെ പാർട്ടിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഇനിയും തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ തുടർന്നു കൊണ്ടുപോയാൽ അത് പാർട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും പ്രതിസന്ധി ഉണ്ടാക്കും. നാട്ടുകാരോട് മറുപടി പറയാൻ വയ്യ എന്നുള്ള കാര്യമാണ് അവർ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വളരെ നിർണായകമായിരുന്നു. ഇന്ന് ഏകദേശം ഒരു 12 മണിയോട് അടുപ്പിച്ചാണ് രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത്, അയാളെ ഞങ്ങൾ MLA ആക്കിപ്പോയി, പക്ഷേ അയാൾ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകൾക്കും ഞങ്ങൾ മറുപടി പറയേണ്ടതുണ്ടോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. മാത്രമല്ല 5 ദിവസം ആയല്ലോ MLA ഒളിവിൽ പോയതെന്ന് ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞതിലെ പിശകാണ്. അപ്പോൾ 5 ദിവസം എന്ന് പറയുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നത് 5 അല്ല 8 ദിവസമായി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണ്. MLA സ്ഥാനം രാജിവെക്കണമോ എന്നുള്ള ചോദ്യത്തോടും MLA സ്ഥാനവും രാജിവെക്കണം എന്നുള്ള തരത്തിലുള്ള അഭിപ്രായമാണ് രമേശ് ചെന്നിത്തല അടക്കം പങ്കുവയ്ക്കുന്നത്. കാരണം നിലനിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധിയുണ്ട്. നേരത്തെ ദിവിഷ് പറഞ്ഞതുപോലെ ഇന്നൊരു വാർഷികമാണ്. ഇന്നത്തെ വാർഷികം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഇതേ ദിവസം രാഹുലിനെ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ കാണുന്നത്, കേരളത്തിൻ്റെ പൊതുജനം കാണുന്നത്, കേരളത്തിൻ്റെ നിയമസഭയിൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കേരളത്തിൻ്റെ നിയമസഭയിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്ന രാഹുലിനെയാണ്. അത്യന്തം ആഹ്ലാദത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയെയാണ്. അതേ ദിവസം തന്നെ കൃത്യം ഒരൊറ്റ വർഷം കഴിയുമ്പോൾ രാഹുലിനെ നമ്മൾ കാണുന്നത്. രാഹുലിൻ്റെ വളർച്ച എങ്ങനെയായിരുന്നു? KSUവിൻ്റെ ഭാഗമായി 2006 വന്നു കയറുന്ന രാഹുൽ മുതൽ പത്തനംതിട്ടയിലെ KSUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, അതിനുശേഷം പിന്നീട് NSUവിൻ്റെ ഭാരവാഹി തുടങ്ങി സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. അതിനുശേഷം പിന്നീട് രാഹുൽ താഴെത്തട്ടിലേക്ക് വീണ്ടും ഒന്നിറങ്ങി. ഈ ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ രാഹുൽ വീണ്ടും ഒന്ന് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു രാഹുൽ മാങ്കൂട്ടം. അവിടെ നിന്ന് വീണ്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവുന്നു, സംസ്ഥാന പ്രസിഡന്റ് ആവുന്നു, പാലക്കാടിൻ്റെ MLA ആവുന്നു. അതിവേഗത്തിലുള്ള രാഷ്ട്രീയ വളർച്ചയാണ്. രാഹുലിൻ്റെ പ്രായത്തിൽ അല്ലെങ്കിൽ രാഹുലിനൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അതിവേഗ വളർച്ചയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് യൂത്ത് കോൺഗ്രസിന് മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഷാഫി പറമ്പിലിനില്ല, യൂത്ത് കോൺഗ്രസിന് മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഡീൻ കുര്യാക്കോസിനില്ല, യൂത്ത് കോൺഗ്രസിന് മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന T സിദ്ദിഖിനില്ല. അങ്ങനെ ആ നേതാക്കളുടെ പട്ടിക പരിശോധിച്ചാൽ അവരൊക്കെ വീണ്ടും വീണ്ടും കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് നിയമസഭയിലേക്ക് വന്നെത്താൻ. പക്ഷേ രാഹുലിന് അത് വേണ്ടി വന്നില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആവുന്നു. വേഗത്തിൽ തന്നെ രാഹുലിന് നിയമസഭയിലേക്ക് എത്താൻ കഴിയുന്നു. അങ്ങനെ പാർട്ടി എല്ലാവിധ പിന്തുണയും നൽകി, പാർട്ടി പ്രവർത്തകരെ എല്ലാവിധ പിന്തുണയും നൽകി. പക്ഷേ അവിടുന്ന് വലിയൊരു പതനമാണ് സംഭവിക്കുന്നത് എന്നതാണ് അമൽ പറഞ്ഞ പോലെ. 2006 തുടങ്ങി 2024 എത്തുമ്പോഴേക്കും MLA എന്നത് അല്ലേ, കുറച്ച് വർഷങ്ങൾ കൊണ്ട് MLAയിലേക്ക് എത്തിയ ആൾ ഒറ്റ വർഷം കൊണ്ട് ഒന്നുമല്ലാതെ കേരള സമൂഹത്തിന് മുന്നിൽ അപമാനിതനായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് അയാളുടെ ചെയ്തികൾ അയാളെ കൊണ്ടെത്തിച്ചു എന്നാണ്.